ഗന്ധർവേ നോക്കൂട്ടാ, നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലേ. നമുക്കിന്നൊരു സാൽമൺ ഗ്രിൽ ഉണ്ടാക്കാം. ഓക്കെ, സാൽമൺ ഫിഷ്, അതായത് നോർവേയിലുള്ള സാൽമൺ ഫിഷ് ഉപയോഗിച്ച് നമുക്ക് ഗ്രിൽ ചെയ്ത് കഴിക്കാം. നമ്മൾ ഇതുവരെ സാൽമൺ ഫിഷ് കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഒരു പ്രാവശ്യം സാൽമൺ ഗ്രിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ആണുള്ള ഫിഷാണ്. അപ്പോൾ നമുക്കതൊന്ന് സാൽമൺ ഫിഷ് ഗ്രിൽ ചെയ്ത് കഴിക്കാം. ഇതാണ് നമ്മൾ ഇന്ന് ഗ്രിൽ ചെയ്യാൻ പോകുന്ന സാൽമൺ ഫിഷ്. അതായത് സാൽമൺ ഒരു 600 ഗ്രാമാണ് ഇതുള്ളത്. സാൽമൺ ഫിഷാണിത്. ഈ സാൽമൺ ഫിഷിൽ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല ഗ്രില്ല് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ചെയ്യുന്നതിൽ അല്പം പെപ്പർ പൗഡറും നമ്മുടെ ഗാർലിക്കും ജിഞ്ചർ പേസ്റ്റും തേച്ച് അല്പം ഉപ്പൂടെ ചേർത്ത് ഗ്രില്ല് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ സാൽമൺ ഫിഷിനെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണമോ ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 പീസായിട്ടായിരിക്കും കട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പീസ്, മുറിച്ചു. ഇനി 3 കഷ്ണങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ മുറിച്ചിരിക്കുന്നത്. ഓക്കെ, 3 പീസസ് ആക്കി മാറ്റി. ഇനി വീണ്ടും നമുക്കിതിനെ ഒരു ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. ഓക്കെ, ഈക്വൽ ആയിട്ടുള്ള 3 പീസായിട്ട് മുറിച്ചു. നോക്കിയ സാൽമൺ സ്റ്റീക്ക് പോലെ ഇരിക്കുന്നുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള. അതിൻ്റെ ആ വൈറ്റ് ലൈൻസ് ഇവിടെ കണ്ടോ, നല്ല സ്റ്റീക്ക് പോലെ ഇരിക്കുക. ഇതിനാണ് നമ്മൾ ചെറിയ 3 പീസായിട്ട് മുറിച്ചെടുക്കുന്നത്. ഇതിന് കുക്കിംഗ് ഒക്കെ വളരെ വേവ് കുറവുള്ള സാൽമനാണ്. സാൽമൺ ഫിഷ് വളരെ ഹെൽത്തി ബെനിഫിറ്റ് ഒക്കെ ഉള്ളതാണ്. ഇതിൽ നമ്മുടെ ഈ സാൽമണിൽ കൂടുതലായിട്ട് വാട്ടർ കണ്ടന്റ് ഉള്ള ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് എടുക്കാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഈ ടിഷ്യൂലൊന്ന് അമർത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേന് വാട്ടർ കണ്ടന്റ് എല്ലാം മാറിക്കിട്ടും. സോൾട്ട് ചേർക്കണം കേട്ടോ. സോൾട്ട് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മസാല, അതായത് നമ്മുടെ നാടൻ മസാലകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇത് ചേർത്ത് കൊടുക്കണം. ഇതിനൊരു ചെറിയ ചെറുനാരങ്ങയുടെ ലെമണിൻ്റെ ജ്യൂസ് കൂടെ ഇതിലൊഴിക്കുക, മിക്സ് ചെയ്തെടുക്കുക. മസാല മീൻസ് നമ്മൾ ആ ചേർത്ത പെപ്പർ പൗഡറും സോൾട്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊരു ½ ആൻ അവർ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ½ ആൻ അവർ കഴിഞ്ഞ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇതെടുത്ത് വയ്ക്കുക. ഫിഷ് ഓരോരോ കഷ്ണങ്ങളായിട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മളെല്ലാ ഫിഷും ഇതിൻ്റെ ഗ്രില്ലിൻ്റെ മുകളിലെടുത്ത് വെച്ച് ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഇതിനിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗ്രിൽ ടൂലിട്ട് നമുക്കൊരു ഇപ്പോൾ ഇതിൽ സാൽമൺ വളരെയധികം വേവില്ലാത്ത മീനാണ്. നമുക്കൊരു 15 മിനിറ്റ്സ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഇടാം. ഓക്കെ, നമ്മുടെ ഗ്രില്ല് കഴിയാറായിട്ടുണ്ട്. ഇനി ഒരു 60 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഏറെക്കുറെ കുക്കായിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്ത ഫിഷ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മളൊന്ന് ഡെക്കറേറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്രിൽഡ് സാൽമൺ ഫിഷ്. നമ്മുടെ ഗ്രിൽഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. സാൽമൺ ഫിഷ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുക മക്കളെ. സൂപ്പർ. ടേസ്റ്റ് ചെയ്തോട്ടെ. ഇതിന്റെ ഓരോരോ ലെയർ ആയിട്ട് ഇളകി വരുന്ന ടൈപ്പാണ്. സൂപ്പർ. ഇത് നമുക്ക് കുറച്ച് ലെമൺ കൂടെ ഒന്ന് പിഴിഞ്ഞ് കഴിക്കാം. ഓക്കെ, അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? നല്ല 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 റോസ് കളർ ഇരിക്കുന്നല്ലേ. സൂപ്പർ.